ഗൈസ് ഇപ്പൊ തന്നെ ഞാനും അനിയനും കൂടിയിട്ട് ഒരു സിനിമ, ഇവിടെയാണ് ക്യാമറ ഇവിടെ നോക്കിയോളാം, ഒരു സിനിമ കണ്ടിറങ്ങി. എന്റെ ദൈവമേ, സീൻ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ പടം. നീ ഇതുവരെ ഇങ്ങനത്തെ എന്തെങ്കിലും പടങ്ങൾ കണ്ടിട്ടുണ്ടോ? മലയാളത്തിലുണ്ടാ? ഞാൻ ഇംഗ്ലീഷിലും ബാക്കി ചാനലിലൊക്കെ കില്ലെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. കില്ലെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഓർമ്മയുണ്ടാ? നീ കാണാൻ വഴിയില്ല. അറിയില്ല. ഞാൻ കില്ല് റീസെന്റ് ഞാനിപ്പോ കണ്ടിട്ടുള്ളത് കില്ല് എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു കേട്ടാ. അതൊന്നും ഇതിന്റെ അടുത്ത് എത്തും കൂടി ഇല്ല കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ്, നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ബേസിലുള്ള സ്റ്റോറിയും കാര്യം ഇതൊക്കെയാണ്. പക്ഷെ അതില് ഫസ്റ്റ് തന്നെ എടുത്തു പറയണത് ഞാൻ ആദ്യം മനസ്സിലെന്നിട്ട് വിചാരിച്ചതെന്ന് അറിയോ? ഒന്നാമത് കാസ്റ്റിംഗ് ജഗദീഷ്, പിന്നെ ഉണ്ണി മുകുന്ദൻ. രണ്ടാളും പോയി ഒരു മൂഡിലൂടെ തുടങ്ങിയത്. കാരണം ഇവരൊന്നും ഞാൻ അങ്ങനെ അത്രയ്ക്ക് മാസ് അല്ലെങ്കിൽ ഒരു സ്വാഗ് അങ്ങനെ ലെവലില് ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. ആക്ടിങ്ങും അല്ലെങ്കിൽ ഇതും കാര്യങ്ങളൊന്നും അല്ല കമ്പയർ ചെയ്യണത്. ലൈക്ക് ഒരു സ്വാഗ് ഉണ്ടല്ലോ, ഒരു സ്വാഗും ഡയലോഗ് പറയുന്ന ആ ഒരു സ്വാഗ്, അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ ആരും ഈ ഉണ്ണി മുകുന്ദനായാലും ജഗദീഷ് അദ്ദേഹം ആയാലും ആരായാലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ആദ്യം ജഗദീഷിനൊക്കെ കാണുമ്പോൾ ആള് ഭയങ്കര ഇതായിട്ട് പല ഇതിലും കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ പേരൊന്നും വിളിക്കാൻ പറ്റില്ല, നമ്മൾ പറയുമ്പോ അങ്ങനെ പറയണതാണ് കേട്ടോ. അപ്പൊ ആദ്യം നിന്നോട് ഇത് അപ്പുകുട്ടൻ, നിനക്ക് പേര് ആദ്യം മനസ്സിലായി, ജഗതിയാണ് ജഗതി. അപ്പൊ ഇവന് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പുകുട്ടൻ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവന് അനിയന് പെട്ടെന്ന് ഇങ്ങനെ ഇത് രജിസ്റ്റർ ആയില്ല, അവന്റെ മുഖം പെട്ടെന്ന് അയ്യോ പേര് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ചെയ്യണത്. മലയാള സിനിമയില് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. ഫാമിലി ഇവരെപ്പോ ഇങ്ങനെയാ കഴിഞ്ഞു കൊണ്ടുപോകണം, ഭീഷണിപ്പെടുത്തുന്നത് അയ്യോ സ്പോയിലർ ആവട്ടെ, ഡീറ്റെയിൽ ഒന്നും പറയാതിരിക്കാം. ഇടിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലില്ലേ എന്റെ ദൈവമേ, പിള്ളേരൊന്നും കൊണ്ടുപോകണ്ട ബോധം കിട്ടുന്ന സത്യം. കാരണം ഞാൻ എന്റെ മനസ്സിൽ എന്നിട്ടായിരുന്നു ഞാൻ വിചാരിച്ചപ്പോ അമ്മേനെയോ അല്ലെങ്കിൽ ചെറിയ അനിയന്മാര് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാലോ ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോ അവരുടെ എന്തോരം ഇതുണ്ടെന്ന്. അവരൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവര് ചിലപ്പോ എനിക്കറിയില്ല ഗേൾസും അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇങ്ങനെ ഈ സാധനം കാണുന്നേന്നിട്ട് ഇല്ല. ഗേൾസ് അല്ലെങ്കിൽ അമ്മമാരും അനിയത്തിമാർ അങ്ങനത്തെ ഒരു കാറ്റഗറി കുറവായിരുന്നു നമ്മൾ പോയപ്പോ. നമ്മൾ കണ്ടപ്പോ ഒരു 1-2 പെൺകുട്ടികളെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടാ. പക്ഷെ പടം വേറെ മാതിരി, അതിന്റെ സീനുകളും ക്യാമറ ആംഗിളും ആ ബ്ലഡ് ഒക്കെ വരുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും. അത് ഇങ്ങനെ ക്യാമറ തിരിക്കും, ബാക്കിൽ നിന്ന് എടുക്കുക. ഇപ്പൊ സ്റ്റെപ്പ് കയറാണ് അതിന്റെ ഡീകോഡ് ഇങ്ങനെ. അതൊക്കെ ശ്രദ്ധിച്ചാ നീ നന്നായിട്ടാ. കാരണം ക്യാമറ വെച്ചിരിക്കുന്ന ഇതും എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ലൊക്കേഷനും ലൊക്കേഷൻ ഡിഫൻഡർ ബ്ലാക്ക് MG അല്ല, മറ്റേ ഇത് ജി വാഗൺ, മറ്റേ ജീപ്പ് മോഡൽ അതല്ല നീ ഉദ്ദേശിച്ചത്? ജി വാഗൺ ബെൻസിന്റെ അത്. പിന്നെ ഡിഫൻഡർ ലൊക്കേഷൻ ഒക്കെ അടിപൊളിയല്ലേ, കിട്ടില്ല ഇതും ഔട്ട്ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കില്ല. ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു റിവ്യൂ കണ്ടിട്ടില്ല കേട്ടാ. എനിക്കിത് എങ്ങനെയാ ആൾക്കാര് പറഞ്ഞ് ഫലിപ്പിച്ച് നോക്കണത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനെ റിവ്യൂ പറഞ്ഞിട്ട് തോന്നില്ല, നമ്മള് ചെറിയ ചാനലാണ്, നമ്മള് വെറുതെ അഭിപ്രായം പറയണതാണ്. അപ്പൊ ഫസ്റ്റ് കിടിലനായിട്ടുണ്ട്, അടിപൊളി ഫ്രെയിം ആയാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രല്ല അവരുടെ ആ സ്വാഗ്, ചില ഡയലോഗുകളുണ്ട് മോനെ. ആ ജീവാഗന്റെ മേലെയൊക്കെ കേറി ഇരുന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, അത് പറയണ്ട കേട്ടാ. എന്റെ ആ സമയത്തൊക്കെ കയ്യടി അവിടെ വന്നു. ആ ഡയലോഗ് പറഞ്ഞ സമയത്ത് തിയേറ്ററിൽ അവിടെ കയ്യടി വന്നു. ഒരു സെക്കൻഡ് എടുത്ത് എന്നിട്ട് ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ വേണ്ട അങ്ങനത്തെ കിടിലൻ ഡയലോഗുകളും എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു. ജഗദീഷ് ആയാലും അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനായാലും ജഗദീഷിന്റെ ഇൻട്രോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല.
അപ്പോ ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് പടം പോയത്. ക്രൂവലാണെന്ന് എനിക്കറിയാം, പക്ഷെ എത്രത്തോളം ക്രൂവലിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. എല്ലാരും കൊല്ലും. ആ കൊല്ലലാണ്, പക്ഷെ എങ്ങനെ കൊല്ലണു, എങ്ങനെ കൊല്ലണു, എല്ലാരെയും കൊല്ലും. ആ പടത്തിലുള്ള എല്ലാരെയും കൊല്ലും. ഉണ്ണിമുകുന്ദൻ മാത്രം, ബാക്കി എല്ലാരും സിദ്ദിഖ് എല്ലാരെയും കൊല്ലും. എല്ലാരെയും കൊല്ലുന്ന വെച്ച് കഴിഞ്ഞാൽ ഏത് അങ്ങനെ ഒരു കൊല്ലണ ഒരു സീനൊക്കെ എന്റെ ദൈവമേ. അതെ 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 അതെ, ഫുള്ള് ചപ്പാത്തി പോലെ. പിന്നെ ഒരു സീനുണ്ട്, മുഖത്തൊരു ഇത് ചെയ്യണതും, മുഖത്തൊരു ചേച്ചീനെ, അവന്റെ അമ്മേനെയാണോ അനിയത്തിനെയാണോ മുഖത്തൊരു സാധനം ചെയ്യും, ഇതിങ്ങനെ ഒരു സാധനം. അത് നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയും. അപ്പോ അതും അങ്ങനെ ഭയങ്കര ക്രൂവലായിട്ട് പടം കിട്ടില്ല. പടം കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആരും കാണാവുന്നതാണ്. ചെറിയ പിള്ളേരൊന്നും കാണണ്ട. പിന്നെ ഗർഭിണിയായ സ്ത്രീകളൊക്കെ അതൊന്നിട്ട് അതില് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക്, ചില സമയത്തൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കാട്ടുന്നുണ്ട്. കാരണം അത്ര ഭയങ്കര ഇത് കഴിഞ്ഞാൽ എന്റെ ദൈവമേ ഒരു രക്ഷയില്ല കേട്ടാ. കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ആ സ്വാഗും മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂവലിറ്റി ഫാമിലിയുടെ അവിടെ എത്തുമ്പോ നമ്മൾ അവിടെ ഇരുത്തിപ്പിക്കും. കാരണം നമ്മള് അവിടെ ഇരുന്ന് പോകും. കാരണം നമ്മള് വിചാരിക്കണത് കഴിഞ്ഞു, ഇനിയിപ്പോ അവിടെ പടം എൻഡ് ചെയ്യുക, അവിടെ നിന്നു എന്നൊക്കെ നമ്മള് വിചാരിക്കുക. സെക്കൻഡ് പാർട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷെ അവിടെ നിന്ന് എണീറ്റ് ഒന്ന് സെറ്റായിട്ട് ഒന്ന് ഫ്രഷായി, അതെ അതെ, ഒന്ന് ഫ്രഷായിട്ട് ഒരു പെടയുണ്ട്. അത് വേറെ സീൻ, ഒരു രക്ഷയില്ല. അതിലത്തെ പട്ടിക്കുട്ടി നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഹസ്കി നല്ല രസമുണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു കിടിലൻ പടം. ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് പോയത്. പക്ഷെ കുന്നിക്കുരുവോളം ആഗ്രഹിച്ചിട്ട് കുന്നോളം കിട്ടുന്ന സന്തോഷം, അങ്ങനെ ഒരു ഇത് പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. എല്ലാവരും പോയി കാണാൻ പടം. അങ്ങനെ ഓരോരുത്തർ കാറ്റഗറൈസ് ചെയ്തിട്ട് കാണുന്നില്ല. എല്ലാവരും പോയി കാണാൻ പടം. കിടലം പടം. ചെറിയ പിള്ളേർക്കൊക്കെ ഇങ്ങനെയത് കാണുമ്പോഴേ അതിപ്പോ ഓരോരുത്തരുടെ വിൽ പവർ അനുസരിച്ചിട്ടിരിക്കും. ചെറിയ പിള്ളേര് നല്ല രീതിയിൽ ചെയ്യാൻ കാണുന്നു, അതൊന്നും പറയാൻ പറ്റില്ല, അറിയില്ല. അതൊക്കെ അവരൊക്കെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർക്ക് പറ്റില്ലെങ്കിൽ കണ്ണടച്ചിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. പറ്റില്ലെങ്കിൽ കണ്ണടച്ചിരിക്കുക, അതുപോലത്തെ പടം. എന്തായാലും കിടലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് പടം. കൊല്ലലെന്നെ, എല്ലാരും കൊല്ലലെന്നെ. പക്ഷെ എങ്ങനെ കൊല്ലണു, എപ്പോ കൊല്ലണു, എന്ന് കൊല്ലണു, എങ്ങനെ അതൊക്കെയാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. കൊല്ലണ രീതികളും കിടിലം പടം ഗൈസ്. അപ്പൊ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എല്ലാവരുടെയും വില്ലൻ അടിപൊളിയുണ്ട്. വില്ലൻ കിട്ടലനായിട്ടുണ്ട്, വില്ലന് നൈസായിട്ടുണ്ട്. പിന്നെ ജഗദീഷും പിന്നെ ഉണ്ണി മുകുന്ദനായാലും ഔട്ട്ഫിറ്റ് നന്നായിട്ടുണ്ട്. ക്യാമറ അടിപൊളിയായിട്ടുണ്ട്. ലൊക്കേഷൻ, വണ്ടികളും ആ ഒരു സ്വാഗ് നന്നായിട്ടുണ്ട്. അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട പോയത്. ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട പോയത് അവന് ഇങ്ങനത്തെ ഒരു സ്വാഗ് പറ്റുമോ, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും സൂപ്പർ ആയിട്ടുണ്ട്. സൺഗ്ലാസ് ഒക്കെ വെച്ച് എന്റെ മോനെ സിദ്ദിഖ് ഫൈറ്റ്, ഫാമിലിയില് ഫൈറ്റ്, എന്റെ പൊന്നെ അത് പറയാൻ പറ്റില്ല. സിദ്ദിഖിന്റെ ഒരു ഫൈറ്റ്, എന്റെ പൊന്നെ സിദ്ദിഖിന്റെ ഒരു ഫൈറ്റ് ഉണ്ട് അതില്, അടിപൊളി, സിമ്പിൾ ആയിട്ട് തീർത്തു, അടിപൊളിയാ. അതും അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും മൊത്തത്തില് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി സംഭവം ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തൊക്കെയാ ഞാനൊരു സാധനം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ മേക്കിംഗ് ആയാലും എല്ലാം അല്ലേ, അങ്ങനെ ക്രൂവൽ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂവൽ പടം, അത്രയ്ക്ക് ക്രൂവൽറ്റി. എനിക്കറിയില്ല. അടിച്ചിട്ട് കൊല്ലം ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് പടം നന്നായിട്ടുണ്ട്. ഇംഗ്ലീഷ് പടം എന്നല്ല, അങ്ങനെയല്ല. ഞാനിതൊരു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല, അങ്ങനെ പറയാലോ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ അല്ല, ഇംഗ്ലീഷ് നമ്മൾ എത്രത്തോളം കണ്ടിട്ട് നമുക്ക് ഇത്ര ഇതല്ലായിട്ടുള്ളൂ. ഇംഗ്ലീഷിലൊക്കെ എത്രത്തോളം പടങ്ങൾ അറിയില്ല. നമ്മള് കാണാത്ത എത്ര പടങ്ങളുണ്ടോ കിട്ടില്ല ക്രൂവലിറ്റി പടം. അപ്പോ ഞാനിതുവരെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല കേട്ടാ. ഇത് തന്നെയാ അത്. മലയാളത്തിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അതൊരു ഫേസ് പോയിന്റാ. ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏതെങ്കിലും ഒരു പടം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പൊ
നമുക്കറിയാത്ത നമ്മളെല്ലാരും അമ്മ ഇതുപോലെ ഒക്കെ ഉണ്ടാവും. എനിക്കറിയില്ല. ഞാൻ ഇതുവരെ 10-20 കൊല്ലമായിട്ട് സിനിമ കണ്ടതിൽ ഇതുവരെ ഒരു മലയാളം പടം ഇതുപോലെ കണ്ടിട്ടില്ല. കിടലനായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും പോയി കാണാം. സ്റ്റേ ട്യൂൺഡ്. അടുത്ത ഇതിൽ കാണാം. ബൈ.